വിശിഷ്ടമായ ഒരു ദേവീസ്തുതിയാണ് ശങ്കരാചാര്യർ എഴുതിയ കനകധാരാ സ്തോത്രം. ദിവസവും ഈ സ്തോത്രം ചൊല്ലി ശ്രീ മഹാലക്ഷ്മിയെ സ്തുതിക്കുന്നവർക്ക് ധനധാന്യ സമൃദ്ധിയും മനഃശുദ്ധിയും കൈവരുമെന്നതാണ് ഫലശ്രുതി. വളരെ ദാരിദ്ര്യമായ ഒരു ഇല്ലമായിരുന്നു സ്വർണ്ണത്തുമന. ആദിശങ്കരൻ ഉപനയനത്തിനു ശേഷം ബ്രഹ്മചര്യ വ്രതത്തിന്റെ ഭാഗമായി ഭിക്ഷയെടുക്കാൻ ഗൃഹം തോറും കയറിയിറങ്ങവേ ഈ സ്വർണ്ണത്തുമനയിലും എത്തിച്ചേർന്നു. ഭവതി ഭിക്ഷാന്തേഹി എന്ന ശബ്ദം കേട്ട് അവിടുത്തെ അന്തർജനം പുറത്തു വരികയും ദിവ്യനും തേജസ്വിയുമായ ഒരു ബ്രഹ്മചാരി ബാലനെ കാണുകയും ചെയ്തു. ഭിക്ഷ കൊടുക്കാൻ ഒന്നുമില്ലാതിരുന്ന ആ ഗൃഹത്തിൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ആ അന്തർജനം പകച്ചു നിന്നു. ഗൃഹത്തിലെ എല്ലാ സ്ഥലത്ത് നോക്കിയിട്ടും ഒന്നും ലഭിച്ചില്ല. അവസാനം അടുക്കളയിൽ നിന്ന് ഒരു ഉണങ്ങിയ നെല്ലിക്ക കിട്ടി. അന്തർജനം പുറത്തു വന്ന്, ഉണ്ണി, ഇവിടെ ഇതു മാത്രമേയുള്ളൂ എന്ന് പറഞ്ഞ് ആ നെല്ലിക്ക ഭിക്ഷയായി നൽകി. ആ ഗൃഹത്തിലെ ദാരിദ്ര്യം കണ്ട് കൊച്ചു ശങ്കരന്റെ കരളലിഞ്ഞു. അവരെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാൻ വേണ്ടി ആ ദിവ്യബാലൻ ശ്രീ മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് ഒരു സ്തോത്രം ആലപിക്കാൻ തുടങ്ങി. അംഗം ഹരേഹേ പുളകഭൂഷണമാശ്രയന്തി എന്ന് തുടങ്ങുന്ന ആ സ്തോത്രം ആലപിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. ആകാശത്തു നിന്ന് സ്വർണ്ണ നെല്ലിക്കകൾ മഴ പോലെ താഴേക്ക് പതിക്കാൻ തുടങ്ങി. മുറ്റം മുഴുവൻ സ്വർണ്ണ നെല്ലിക്കകൾ കൊണ്ട് നിറഞ്ഞു. അന്തർജനം അന്തം വിട്ടുനിന്നു. തേജസ്വിയായ ശങ്കരനെ വീണ്ടും വീണ്ടും നമസ്കരിച്ചു. ആ ഗൃഹത്തിനെ അനുഗ്രഹിച്ച ശേഷം ശങ്കരാചാര്യർ നടകൊണ്ടു. ആ മന ഇന്നും സ്വർണ്ണത്തുമന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശങ്കരാചാര്യനിലെ ആലപിച്ച ആ സ്തോത്രമാണ് പ്രസിദ്ധമായ കനകധാരാ സ്തോത്രം. ഇതാണ് കനകധാരാ സ്തോത്രത്തിന്റെ ഉൽപ്പത്തി.